ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ ഇതൊരു ഓണം വ്ലോഗാണ്. ഓണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അത്തപ്പൂക്കളം, അതൊരു മത്സരമാണ് ഞങ്ങൾക്കിവിടെ. സോ ഞങ്ങൾ രാത്രി തന്നെ പൂക്കളൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട്. കാരണം കുഞ്ഞുകുന ഇങ്ങനെ അരിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. സോ ഞാനും അമ്മൂമ്മയും അനിയത്തിയും കൂടെയൊക്കെ ചേർന്ന് ഇതിങ്ങനെ അരിയുന്നുണ്ട് രാത്രി തന്നെ. നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബന്ദിപ്പൂ എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. സോ പൂവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നീറ്റു. അനിയത്തി പടം വരയ്ക്കുവാണ് അത്തത്തിൻ്റെ. ഈ പൂവിനൊക്കെയാണ് ഇവിടെ മാർക്ക്. ഇതിൽ കുറേ നാടൻ പൂവുണ്ട്. ഇതിലൊന്ന് നമ്മുടെ മാങ്ങയുടെ മണമുള്ളൊരു പൂവുണ്ട്, ചെമ്പരത്തി ഉണ്ട്, തൊട്ടാവാടി ഉണ്ട്, കോളാമ്പി ഉണ്ട്. അങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്പ് നാടൻ പൂക്കളുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ. നമുക്ക് അത്തപ്പൂക്കളത്തിൻ്റെ ഒരു ട്രാൻസിഷൻ കാണാം. സോ പൂക്കളമൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പോയി കുളിച്ചു. അടുക്കളയിൽ അമ്മൂമ്മ പായസം ഉണ്ടാക്കിയപ്പോൾ ഞാനും ഒന്ന് ഇളക്കി കൊടുത്തു. എനിക്കിഷ്ടപ്പെട്ട ശർക്കര പായസവും ഉണ്ട്, ബ്രഹ്മസലി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി. സദ്യയാണ്. അനിയത്തിമാരൊക്കെ ഫുഡ് കഴിക്കാൻ, എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഓണമായിട്ട് എനിക്ക് പനി പിടിച്ചു. അങ്ങനെ ഉറങ്ങി എണീച്ചപ്പോഴത്തേനും ചായ കുടിക്കാൻ സമയം. അങ്ങനെ ചായ കുടിച്ചു. ഒരു 6 മണിയായപ്പോഴത്തേനും ഞങ്ങളിവിടെ ക്ലബ്ബിലെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. സോ അടിപൊളി പരിപാടിയാണ് ഗൈസ്. ഇത് ഓണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടിയാണ് മെയിൻ. അങ്ങനെ ഇവരെല്ലാം ഡാൻസിലൊക്കെ ഇരിക്കുവാണ്. ഡാൻസ് ഉണ്ടോ കുഞ്ഞ്? അമ്മ അമ്മ കുഞ്ഞാ ചിച്ച ഐ ലവ് യു മമ്മി പാട്ട് കേട്ടപ്പോൾ കുഞ്ഞങ്ങ് എക്സ്പ്രസ് ഇടുക. അങ്ങനെ അവസാനത്തെ പാട്ട് നമ്മുടെ നാട്ടുകാർക്ക് ഡാൻസ് കളിക്കാൻ ക്ലബ്ബുകാർ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഓണം തീർന്നു.